ഉപഭോക്താക്കളും കണ്ടന്റ് ക്രിയേറ്റർമാരും ഇൻഫ്ലുവൻസർമാരും സമയം ചിലവഴിക്കുന്ന വീഡിയോ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. കണ്ടന്റ് കാണുന്നതിന് മാത്രമല്ല, ആ കണ്ടന്റ് പ്രചരിപ്പിക്കുന്നതിനും ക്രിയേറ്റ് ചെയ്യുന്നതിനുമായി ധാരാളം ആളുകൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ചില കണ്ടന്റുകൾ ക്രിയേറ്റർമാർ നിർമ്മിക്കുന്നത് ഒറിജിനൽ കണ്ടന്റുകളാണ്. എന്നാൽ മറ്റു ചിലരാകട്ടെ ഒരേ കണ്ടന്റ് ആവർത്തിക്കുകയാണ്. മറ്റൊരു കൂട്ടർ AI കണ്ടന്റുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഇപ്പോൾ AI സൃഷ്ടിച്ച കണ്ടന്റിനും ലോ എഫേർട്ട് വീഡിയോകൾക്കുമായി ഒരു പുതിയ പേയ്മെന്റ് സംവിധാനം ആരംഭിക്കുകയാണ് യൂട്യൂബ്. യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള പേയ്മെന്റ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നതായി അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത്. ജൂലൈ 15 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. ഇതുവരെ യൂട്യൂബ് വരുമാനം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നേരിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് വഴി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ കമ്പനി പുതിയൊരു രീതി സ്വീകരിക്കുകയാണ്. ഇതനുസരിച്ച് യൂട്യൂബ് വരുമാനത്തിനായി ഒരു പ്രത്യേക ആഡ്സെൻസ് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. യൂട്യൂബിന്റെ ഔദ്യോഗിക സപ്പോർട്ട് പേജിൽ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് യൂട്യൂബ് പങ്കാളിത്ത പ്രോഗ്രാമിന്റെ ഭാഗമായി ധനസമ്പാദനം നടത്തുന്നതിന് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒറിജിനലും ആധികാരികവുമായ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യണം. ഈ പുതിയ നയം 2025 ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരും. ഒരു ചാനലിന് ഒരു വർഷത്തിൽ ഏകദേശം 1000 സബ്സ്ക്രൈബർമാരും 4000 വാച്ചവറും ഉണ്ടായിരിക്കണം. കണ്ടന്റിൽ നിന്ന് ധനസമ്പാദനം നടത്തുന്നതിനായി യൂട്യൂബ് പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഉള്ളടക്കം എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ യഥാർത്ഥ ഇൻപുട്ട് ഉണ്ടായിരിക്കണമെന്നതാണ് ഇതിൽ പ്രധാനം. ഒരേ കണ്ടന്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് എന്നതാണ് മറ്റൊന്ന്. AI ജനറേറ്റഡ് ഉള്ളടക്കങ്ങളെയും പുതിയ നയം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും AI ജനറേറ്റഡ് വീഡിയോകളെയും AI ശബ്ദങ്ങളെയും നിലവിൽ ആശ്രയിക്കുന്നുണ്ട്. ആ ഉള്ളടക്കത്തെയും ഈ പുതിയ നയം ബാധിക്കും. കോപ്പി റൈറ്റിംഗ്, ലൈറ്റ് എഡിറ്റിംഗ് എന്നിവയിലൂടെ മാത്രം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നവർക്കും പുതിയ നയം ദോഷകരമാകും. ഇതിനു പുറമെ കുറഞ്ഞ പരിശ്രമത്തോടെ നിർമ്മിച്ചതാണെങ്കിലോ ക്ലിക്ക് ബൈറ്റ് തംബ്നെയിലുകൾ കാഴ്ചയ്ക്കായി മാത്രമായി ഉപയോഗിക്കുന്നെങ്കിലോ ആ ചാനലുകൾക്കും പണം ലഭ്യമാക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതേസമയം നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് യൂട്യൂബ് ഇതുവരെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. പിഴകൾ, സസ്പെൻഷനുകൾ, സ്ട്രൈക്കുകൾ എന്നിവയെക്കുറിച്ചും ഒരു നിയമവും നിലവിലില്ല. ഉള്ളടക്കത്തിന്റെ ആധികാരികത ഉറപ്പിക്കുന്നതിനായാണ് പുതിയ നയമെന്ന് കമ്പനി വ്യക്തമാക്കുന്നു.